അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, എല്ലാവർക്കും സന്തോഷമായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം കഇസ് പാഠമാണ്. കപ്പ്. നമ്മൾ ചായ കുടിക്കാൻ കപ്പ് ഉപയോഗിക്കും, വെള്ളം കുടിക്കാൻ കപ്പ് ഉപയോഗിക്കും, ജ്യൂസ് കുടിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കപ്പ് ഉപയോഗിക്കും അല്ലേ? ആ കപ്പിനിക്ക് അറബിയിൽ പറയുന്ന പേരാണ് കഇസ്. കഇസ്. റഅ്സുൻ ഫഅറുൻ ഫഅ്സുൻ ആ ഉ ഈ ബ ആ ഉ ഈ ബ ഫത്ഹ ലമ്മ കസ്റ സുകൂൻ സുകൂൻ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അലിഫിന് മുകളിൽ ഹംസ കൊടുത്തു, അതിനു മീതെ സുകൂൻ കൊടുത്തു എന്ന് നമ്മൾ വായിക്കും. എന്ന് പറഞ്ഞാൽ സുകൂനിൻ്റെ ഉച്ചാരണവും സുകൂന് കൊടുത്തുള്ള അക്ഷരത്തിൻ്റെ ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ആ എന്നതിന് മുകളിൽ സുക്കൂന് കൊടുത്താൽ എങ്ങനെ നമ്മൾ ഉച്ചരിക്കും, വായിക്കും? എന്ന് വായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തുടക്കത്തിൽ വരില്ല, നടുവിലോ അവസാനത്തിലോ വരികയുള്ളൂ. കാരണം സുക്കൂന് കൊണ്ടൊരു പദം തുടങ്ങൽ നമ്മൾ അറബിയിൽ എവിടെയും കാണൂല. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പം കഇസ് 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 റഅ്സുൻ ഫഅറുൻ ഫഅ്സുൻ ആ ഉ ഈ ബ ആ ഉ ഈ ബ ഫത്ഹ ലമ്മ കസ്റ സുകൂൻ സുകൂൻ. ഇനി ഉസ്താദിൻ്റെ കൂടെ നിങ്ങളും വായിക്കണം. കഇസ് 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 റഅ്സുൻ 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 ഫഅറുൻ 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 ഫഅസുൻ 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 ആ ഉ ഈ ബ ആ ഉ ഈ ബ ഫത്ഹ ലമ്മ കസ്റ സുകൂൻ സുകൂൻ. ഈ പാഠത്തിൽ സുക്കൂന് കൊണ്ട് തുടങ്ങുന്ന ആണ് നമ്മൾ പഠിക്കുന്നത്. ചുവന്ന കടലിൽ കൊടുത്തതാണ് നമ്മൾ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. കണ്ടോ? ഇവിടെ അലിഫ് ഹംസ സുക്കൂൻ, അലിഫ് ഹംസ സുക്കൂൻ, അലിഫ് ഹംസ സുക്കൂൻ, അലിഫ് ഹംസ സുക്കൂൻ. കണ്ടോ? ഇങ്ങനെയാണ് എഴുതുക, വായിക്കുക. ഇവിടെ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. നമ്മൾ ആ പഠിച്ചു, അതിലൂടെ ഉദിനിലൂടെ പഠിച്ചു, ഈ ഇറമിലൂടെ പഠിച്ചു, കഇസിലൂടെ എന്നും പഠിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്ന് തുടക്കത്തിൽ വരാത്തത് കൊണ്ട് തുടക്കത്തിൽ വേറെ ഒരു അക്ഷരം കൊടുത്തു. നമ്മൾ അടുത്ത പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ബായാണ് ഇവിടെ കൊടുത്തത്. ബ കണ്ടോ? അപ്പം ആ ഉ ഈ ബ. അലിഫ് എഴുതൽ എങ്ങനെ? ആദ്യം അലിഫ് എഴുതുന്നു, പിന്നെ ഹംസ എഴുതുന്നു, ആ എഴുതുന്നു. അലിഫ് എഴുതലല്ല, ആ എഴുതൽ കേട്ടോ. ആ കണ്ടോ? അലിഫ് ഹംസ ലൊമ്മ ഉ, അലിഫ് കസ്റ ഹംസ ഇ, ബ അലിഫ് ഹംസ സുക്കൂൻ തുടക്കത്തിൽ ബാ കൊടുത്തു. ഇനി പിരിച്ച് ഒറ്റക്ക് ഹംസക്ക് മുകളിൽ എഴുതുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഉ ഇ, ഹംസ ഫത്ഹ, ഹംസ ലൊമ്മ, ഹംസ കസ്റ, ബ നേരത്തെ പറഞ്ഞ പോലെ ബ എഴുതി, പിന്നെ അലിഫ് ഹംസ സുക്കൂൻ ബ. ഇതാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ വായിച്ചും പഠിക്കണം, ഇതൊക്കെ എഴുതിയും പഠിക്കണം. അപ്പോൾ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനും പ്രത്യേകം എഴുതി പഠിക്കേണ്ടതും ഇതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ഫത്ഹ ലൊമ്മ കസ്റ സുക്കൂൻ. ഇത് ഫത്ഹ, ഇത് ലൊമ്മ, ഇത് കസ്റ. മുകളിൽ ഇതും മുകളിൽ, കസ്റ താഴെ, സുക്കൂനും മുകളിൽ. ഇങ്ങനെ രണ്ട് രൂപത്തിലും സുക്കൂൻ എഴുതാം.
കണ്ടോ, പരിശുദ്ധ ഖുർആനിൽ കാണുന്ന രൂപമാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ പുസ്തകത്തിലൊക്കെ കാണുന്നത് ഈ രൂപമാണ്. ഇനി അറബി മലയാളത്തിൽ സുക്കൂൻ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അറബി മലയാളവുമായി ബന്ധപ്പെട്ട് വരുന്ന പാഠത്തിൽ ദുറൂസിൻ്റെ ഭാഗങ്ങളിൽ ആ വിഷയം പറയും. കണ്ടോ, ഈ രണ്ട് സുക്കൂൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരലാണ് ഈ സുക്കൂന്. ഇത് പിന്നെ സാധാരണ നമ്മൾ വൃത്തം പോലെ കൊടുത്താൽ ഈ സുക്കൂന് ആയി. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇതിലെ എന്നതാണ് പ്രത്യേകം നമ്മൾ പഠിക്കാനുള്ളത്. ആ ഉ ഈ എന്ന് നമ്മൾ മുമ്പത്തെ പാഠത്തിലൂടെ പഠിച്ചു, അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള വാക്കുകൾ എഴുതാൻ ശ്രമിക്കുക. അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഈ അക്ഷരങ്ങൾ എടുക്കുന്ന സമയത്താണ് ഇത് പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ കഴിയുമെങ്കിൽ എഴുതാൻ ശ്രമിച്ചാൽ ആ ഭാഗങ്ങൾ എത്തുമ്പോൾ നമുക്ക് പലപ്പോഴും സിമ്പിളായിട്ട് അത് പഠിക്കാൻ പറ്റും. നഴ്സറിയിലൊക്കെ മുമ്പ് പോയ പല കുട്ടികളും അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അവർക്കൊക്കെ ഇത് ഒന്നുകൂടി സിമ്പിളായിരിക്കും. അല്ലാത്തവർ ബുദ്ധിമുട്ടി പഠിക്കണമെന്നല്ല, ശ്രമിച്ചാൽ അവർക്ക് ആ ഭാഗം എത്തുമ്പോൾ സൗകര്യമായിരിക്കും എന്ന് മാത്രം. കഇസ് റഇസുൻ ഫഇറുൻ ഫഇസുൻ ആ ഉ ഈ ബ ആ ഉ ഈ ബ ഫത്ഹ ലമ്മ കസ്റ സുകൂൻ സുകൂൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. പ്രിയപ്പെട്ട പൊന്നുമക്കൾ, അവരുടെ രക്ഷിതാക്കൾ പ്രത്യേകം ഓരോ വാക്കും ഞാൻ കാണിച്ചതുപോലെ വിരൽ വെച്ച് വായിപ്പിച്ച് കേൾപ്പിച്ച് ആ നിലക്ക് പഠിപ്പിക്കണം. കിട്ടാത്തവ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾപ്പിക്കുക, വായിപ്പിക്കുക. ഇനി പൊന്നുമക്കൾ നോക്കൂ, നഖ്റ നമുക്ക് വായിക്കാം, നഖ്റ നമുക്ക് വായിക്കാം. ഇനി ചുവന്ന കളറിൽ വൃത്താകൃതിയിൽ കൊടുത്ത ഒരുപാട് അക്ഷരങ്ങൾ അല്ലേ. ഈ 1, ഉ 2, ആ 3, ബ ബ. ഈ ബഇൻ്റെ സുക്കൂന് വൃത്താകൃതിയിലും ഇവിടെ അല്പം തുറന്ന വൃത്താകൃതിയിലുമുള്ള ഒരു സുക്കൂന് കണ്ടോ, 2 സുക്കൂൻ്റെയും ബ ഉണ്ട്. ഇത് നിലക്ക് എഴുതാനും പഠിക്കണം. ഈ ഉ ആ ബ ബ, ഇത് എഴുതാനും വായിക്കാനും പഠിക്കുക. ഇനി നുഷിയറു ഇല എന്നതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, വട്ടം വരക്കാൻ പോവുകയാണ് കേട്ടോ. ബഇസുൻ സഅല റഇസുൻ, ഈ 3 വാക്കാണ് നമുക്ക് വട്ടം വരക്കാനുള്ളത്. ഈ 3 വാക്കിലും വട്ടം വരക്കണോ വരക്കണ്ടേ എന്ന് നമുക്കൊന്ന് നോക്കാം. ബഇസുൻ, ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെ രണ്ടാമത്തേന് വട്ടം വരക്കണം. സഅല, ഇതിൽ ഉണ്ടോ? ഇല്ല, ആയാണ്, അതുകൊണ്ട് വട്ടം വരക്കേണ്ടതില്ല. റഇസുൻ, ഇവിടെയും ഉണ്ട് രണ്ടാമത്, അപ്പോൾ ഇതിലും വട്ടം വരക്കണം. മക്കൾ നോക്കൂ, ഉസ്താദ് വൃത്തം വരച്ചത് ഇതുപോലെ നിങ്ങൾ വൃത്തം വരക്കണം. ഇവിടെ വൃത്തം വരച്ചു, ഇവിടെയും വൃത്തം വരച്ചു. ഇതിൽ വൃത്തം വരച്ചിട്ടില്ല, എന്തുകൊണ്ട്? ഇതിൽ ഇല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും വരച്ച് ഉസ്താദിൽ നിന്ന് ശരിയും സ്റ്റാറും ഒക്കെ വാങ്ങണം. നർസുമു നമുക്ക് വരക്കാം. ആ ഉ ഈ ആ ഉ ഈ നമ്മൾ പഠിച്ച ആ ഉ ഈ ഒറ്റക്കുള്ള ആ ഉ ഈ ഇതിമ്മക്കൂടെ നമ്മൾ പെൻസിൽ കൊണ്ട് ഡോട്ട് ഫില്ല് ചെയ്ത് എഴുതി ക്ലിയർ ചെയ്യുക. നേരത്തെ പാഠങ്ങളിൽ പറഞ്ഞതുപോലെ അക്ഷരത്തിൽ നിന്ന് ചിഹ്നത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഡോട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അലിഫാദ്യം എഴുതി പിന്നെ ഹംസ എഴുതി പിന്നെ ഫത്തഹ കൊടുക്കണം. ആ നിലയ്ക്ക് എഴുതണം. അല്ലാതെ ആദ്യം ഫത്തഹക്ക് വരച്ചിട്ട് പിന്നെ ഹംസമ വരച്ചു പിന്നെ അലിഫമ വരക്കുന്ന രീതിയല്ല നമ്മുടെ രീതി. അലിഫ് ഹംസ ഫത്തഹ, അലിഫ് ഹംസ ലമ്മ, അലിഫ് ഹംസ കസ്റ, അലിഫ് ഹംസ സുക്കൂൻ, ഹംസ ഫത്തഹ, ഹംസ ലമ്മ, ഹംസ കസ്റ, ഹംസ സുക്കൂൻ. ഈ രൂപത്തിലാണ്, ഈ രീതിയിലാണ്, ഈ പാറ്റേണിലാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ ഭംഗിയിൽ നിങ്ങളെല്ലാവരും വരയ്ക്കുക. ഇനി നോക്കൂ, നഹ്ദി, നമ്മുടെ അടിയിൽ ഒരു കുറ്റിക്കാട് കാണുന്നു അല്ലേ. ഈ കുറ്റിക്കാട്ടിൽ ആയാണ് തുടക്കത്തിലുള്ളത്. ഈ ആ എന്ന കുഞ്ഞിവാവക്ക് തൊട്ടപ്പുറത്തുള്ള ആ എന്ന കുഞ്ഞിവാവൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ ഈ വാവ ഇതിലൂടെ വന്ന് 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 ഇവിടെ എത്തി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇതിലൂടെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുപോകണം, ഇവിടെ എത്തിച്ചണം. ഊ എന്ന വാവ ഇതിലൂടെ വന്ന് 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 ഇവിടെ എത്തും. ഈ എന്ന വാവയോ ഇതിലൂടെ വന്ന് 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 ഇവിടെ എത്തുന്നു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? അതിലൂടെ വരച്ച് അപ്പുറത്ത് അതിൻ്റെ കുഞ്ഞി വാവനോട് കൂടെ അതിനെ എത്തിപ്പിക്കുക. റെഡി അല്ലേ? വളരെ ഭംഗിയിൽ അതും ചെയ്യാം.
നോക്കൂ, നക്തുബു നമുക്ക് എഴുതാം. ആ ഉ ഇ ബ, ഇത് വളരെ വൃത്തിയിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് എഴുതണം. ആ ഉ ഇ എന്നത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൂടെ എഴുതാൻ പഠിച്ചു. ബ, ഇതാണ് ഇന്ന് ഈ പാഠത്തിലൂടെ എക്സ്ട്രാ നമ്മൾ പഠിച്ചത്. ബ എഴുതി, അലിഫ് അതിനോട് ചേർത്തി എഴുതി, ഹംസ സുക്കൂന് കൊടുത്തു. വളരെ സിമ്പിളാണ്. പുള്ളി മാത്രമേ വരക്ക് താഴെയുള്ളൂ, ബാക്കിയൊക്കെ വരക്ക് മുകളിൽ. ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വരക്ക് താഴെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വരക്ക് താഴെ വരേണ്ടത് താഴെ, മുകളിൽ വരേണ്ടപ്പോൾ മുകളിൽ. ആ നിലക്ക് ഭംഗിയായി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അടിയിൽ നിന്ന് മുകളിലോട്ടം വളരെ സാവധാനത്തിൽ എഴുതുക. ഇനി നക്തഷിഫു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഈ എന്നതിനെയും ഈ എന്നതിനെയും നമ്മൾ കണ്ടെത്തി ജസ്റ്റ് ഒരു വട്ടം വരച്ചു കൊടുക്കുക. നോക്കൂ, ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും. ഫഅ്തു, ഇവിടെ ഒന്നാമത്തെ ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് വട്ടം വരയ്ക്കുക. ഹർസക്കും, ഇവിടെ റാക്ക് മുകളിൽ സുക്കൂനുണ്ട്, പക്ഷേ ഇല്ല, അപ്പോൾ ഒന്നും ചെയ്യണ്ട. അന്നാ ശിഅ്തും, കണ്ടോ, ശിഅ്തും എന്നതിൽ രണ്ടാമത്തേതിലുണ്ട്, അപ്പോൾ 1 2 അതിന് വട്ടം വരച്ചു കൊടുക്കുക. നക്തഷിഫു അല്ലേ, അപ്പോൾ അതാ ഇവിടെ കൊടുത്തതുപോലെ കണ്ടോ, ഉസ്താദ് ചിത്രത്തിൽ വരച്ചല്ലോ, ഈ പാഠത്തിൽ ഇവിടെ വരച്ചല്ലോ, ഈ വരച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഈ വൃത്തം ഇവിടെയും വൃത്തം കൊടുത്തു, ഇതുപോലെ നിങ്ങളും വളരെ ഭംഗിയിൽ വരയ്ക്കുക. അപ്പോൾ ഈ പാഠത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ പാഠം വളരെ ഭംഗിയിൽ ആവർത്തിച്ച് വായിച്ചു പഠിക്കുക. മുൻകഴിഞ്ഞ പാഠങ്ങളും റിപ്പീറ്റ് അടിച്ച് വായിച്ചു പഠിക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി അക്ഷരങ്ങളും അതോടനുബന്ധിച്ചുള്ള വാക്കുകളും പഠിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.